ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള 2026 ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുന്ന സ്കോഡ കുഷാക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വാക്ക് റൗണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഇതിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത്. പക്ഷേ ലോഞ്ചിൻ്റെ സമയത്ത് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു, വളരെ കൃത്യമായിട്ടൊന്ന് പറയാൻ പോലും സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഇൻ ഡെപ്ത് നോക്കുകയാണ്, വിത്ത് ഡ്രൈവും കൂടെ കൂട്ടി. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ 2026 സ്കോഡ കുഷാക്ക്. ഇത് ഞാൻ നേരത്തെ ചെയ്ത സ്കോഡ കുഷാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു മോഡൽ കാണുമ്പോഴും ഇനി കാണാൻ പോകുന്ന മോഡൽ. നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടാലോ. പഴയതിൻ്റെയും പുതിയതിൻ്റെയും കമ്പാരിസൺ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതെ ഈ കാണുന്ന ഒരു ലൈറ്റ്, അതായത് ഈ കാണുന്ന ഒരു ഗ്രില്ലിൽ അതിൽ കൂടെ കടന്നു പോകുന്ന ഈ ഒരു DRL ആണ്. അപ്പോൾ ഈ DRL യൂണിറ്റ് കാണാൻ നല്ല രസമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതിനൊരു ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ഇത് നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റ് കാണാൻ സാധിക്കും. ഇതൊരു ഡെമി പോസ്റ്റാണ്. അതുപോലെ തന്നെ 1, 2, 3, 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മളിവിടെ മിസ് ചെയ്ത് പോകുന്നൊരു കാര്യമാണ് അഡാസ് ഫീച്ചറും അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ. അതും കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ഗുമ്മൻ ഫീച്ചേഴ്സ് തന്നെ നമുക്കിതിലുണ്ടെന്ന് ഉറപ്പ് പറയാൻ സാധിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് തൊട്ട് താഴോട്ട് വരുമ്പോൾ ഈ ഒരു ഗ്രിൽ ഏരിയാസ് കാണാൻ സാധിക്കും. നമുക്കിവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തന്നെ ഇതിൻ്റെ മേളിലോട്ട് വന്ന് കയറുന്ന കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മോണ്ടെ കാർലോയുടെ ആ ഒരു എഡിഷനിലാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം ഫുൾ ബ്ലാക്കാണ് വരുന്നത്. ആ ഒരു തീം കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യും. ഏതായാലും ഈ ഒരു പോർഷൻസ് എല്ലാം ഫ്രണ്ട് കൊണ്ട് നമുക്ക് മാറ്റം വന്നിരിക്കുന്ന മെയിനായിട്ട് ഹെഡ്ലൈറ്റും DRL പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രിൽസിലും വന്നിരിക്കുന്ന മാറ്റമാണ് മെയിനായിട്ട് പറയാനുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു സൈഡ് പോർഷനിലോട്ട് നോക്കാനെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാഡിക്ക് നേരെ ഇങ്ങനെ കയറി അങ്ങ് ബാക്ക് വരെ ചെല്ലുകയാണ്. അതും കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കോഡ എന്നുള്ളൊരു ലോഗോയും നമുക്ക് ഈ ഒരു പോർഷനിൽ ഫെൻഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മോണ്ടെ കാർലോ ആണെങ്കിൽ ഇവിടെ ചെക്ക് ഫ്ലാഗിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അലോയ് വീൽസിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ ക്രിസ്റ്റൽ കട്ട് അലോയ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 205, 55, 6, 17 ആണ് ഈ ടയറിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് ഇവിടെ കിട്ടുന്നത്. ഏതായാലും ഇവിടുത്തെ ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട്. പഴയ ഡിസൈനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ്. സെയിം ഷീറ്റ് മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവും ഒരു പനോരമിക് സൺറൂഫാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ വേരിയൻസിലും സൺറൂഫ് ഉണ്ട്. അതായത് ബേസ് വേരിയൻ്റ് എടുക്കുന്ന ആൾക്കും സൺറൂഫ് കിട്ടും, ടോപ്പ് വേരിയൻ്റ് എടുക്കുന്ന ആൾക്കും സൺറൂഫ് കിട്ടും. ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് പനോരമിക് സൺറൂഫ് കിട്ടും. സൈഡ് വിപ്പറിലോട്ട് വരുന്ന സമയത്ത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. 360 ക്യാമറ മിസ്സിംഗ് ആണ്. സൈഡിലോട്ട് വരുമ്പോൾ റിക്വസ്റ്റ് സ്വിച്ച് നമുക്ക് ഇവിടെ ഡ്രൈവർ സൈഡിൽ കോ ഡ്രൈവർ സൈഡിലും നമുക്കതേ റിക്വസ്റ്റ് സ്വിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റൂഫ് റെയിൽസും ആക്റ്റീവ് ടൈപ്പ് റൂഫ് റെയിൽസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗമെല്ലാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല കിടുവായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതൊക്കെ നല്ല അടിപൊളിയാണെന്ന് തന്നെ പറയാം. പക്ഷേ അതിലൊന്നും കാര്യമായിട്ടുള്ളൊരു മാറ്റം നമുക്ക് പറയില്ല. 1 ലിറ്റർ ആയതുകൊണ്ട് നമുക്ക് റിയർ ഡ്രം ബ്രേക്ക് ആണ് കിട്ടുന്നത്. എന്നാൽ 1.5 ലിറ്റർ ആണ് വരുന്നതെങ്കിൽ നമുക്ക് റിയറും ഡിസ്ക് ബ്രേക്ക് ആയിരിക്കും. പിന്നെ ഈ ബാക്കിലോട്ട് വരുമ്പോൾ ഈ ഒരു പോർഷൻ തൊട്ടാണ് പിന്നെ അടുത്ത ചേഞ്ച് വരുന്നത്. അതായത് സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ്. ഈ ഒരു ലൈറ്റിംഗ് ഫുൾ ചേഞ്ച് ആയിരിക്കുകയാണ്. അതായത് ഈ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ലൈറ്റിംഗ് വന്നിട്ടുണ്ട്. കണക്റ്റഡ് മാത്രമല്ല നമുക്കിവിടെ കിട്ടുന്നത്, കണക്റ്റഡിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ലെറ്റേഴ്സിൻ്റെ ലൈറ്റിങ്സിലാണ് അതിൻ്റെ ഒരു കഥ വരുന്നത്. അതായത് സ്കോഡ എന്നുള്ളൊരു ലെറ്ററിങ് നല്ല രീതിക്ക് ഗ്ലോ ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇത് മാത്രമല്ല ഈ സൈഡിൽ കുറേ ഡോട്ട്സും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് റിയർ വൈപ്പർ കിട്ടുന്നുണ്ട്. പക്ഷേ റിയർ വൈപ്പർ അന്നത്തെ നമ്മൾ പറയുന്ന പോലെ തന്നെ സെയിം ആ ഓൾഡ് സ്കൂൾ ആയിപ്പോയി. അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് തോന്നും. അതുപോലെ തന്നെ നമുക്ക് റിയർ ഡിയർ ഫോഗർ കിട്ടുന്നുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിനയും കിട്ടുന്നുണ്ട്. അതൊക്കെ നല്ല കിടു ഫീച്ചേഴ്സാണെന്ന് പറയാം. അതുപോലെ തന്നെ നമുക്കിവിടെ ലൈസൻസ് ലാമ്പ് വരുന്ന LED ആണ്. അതുപോലെ തന്നെ റിയർ ക്യാമറയും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 491 ലിറ്ററാണ് ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പെയർ വീൽ കിട്ടുന്നുണ്ട്. സ്പെയർ വീലിൻ്റെ സൈസ് വരുന്നത് 205, 55, 6, 16 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ സബ് ഓഫറും കാണാൻ സാധിക്കുന്നുണ്ട്. സ്ഥിരം നമ്മുടെ ഡയലോഗ് ഒന്നുകൂടെ പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ വരുന്ന നമ്മുടെ ലൈറ്റ് മാറ്റി LED ആക്കായിരുന്നത് നന്നായിരുന്നു എന്ന് തോന്നുന്നു. ഒരു നല്ല പാർസൽ ട്രെയിൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി വാഹനത്തിനകത്തോടൊന്ന് കയറിയല്ലോ. വാ. ഓക്കെ, അപ്പോൾ നമുക്ക് വാഹനത്തിലോട്ട് കയറുന്ന സമയത്ത് ആദ്യം തന്നെ ഈ ഒരു പോർഷൻ, അതായത് ഡോർ പാഡ്സ് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മുടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച്, മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച്, ഡ്രൈവർ സൈഡ് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. പവർ വിൻഡോ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് അവിടെ കാണാം. അത്യാവശ്യം ചെറിയൊരു പോക്കറ്റ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത്രയും വലിയൊരു കാര്യം എന്ന് പറയാനല്ല, ഒരു നോർമൽ പോക്കറ്റ് ഏരിയാസ് കിട്ടുന്നുണ്ട്. AC വെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. സെയിം ക്യാരി ഫോർവേഡ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കോപ്പിറ്റ് ഡിസൈനിന് വ്യത്യാസമുണ്ട്. അതായത് ഈ കാണുന്ന ഒരു ക്ലസ്റ്റർ മീറ്റർ നമുക്ക് 10.3
2.4 ഇഞ്ചിൻ്റെ ക്ലസ്റ്റർ മീറ്റർ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് AI-യുടെ സപ്പോർട്ടും കൂടെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ആസിറ്റി സെയിം തന്നെയാണ് കിട്ടുന്നത്, അതിൽ ഒരു രീതിക്കുള്ള മാറ്റവും ഇല്ല. നമുക്കിവിടെ ഒരു പുഷ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും കിട്ടുന്നുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഹെഡ്ലൈറ്റിൻ്റെ ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന സ്വിച്ചസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓട്ടോ വരുന്നുണ്ട്, പാർക്ക്, ഹെഡ്ലൈറ്റ് ഓണ്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ഓണ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കപ്പം ഡിസ്പ്ലേയിലോട്ട് നോക്കുകയാണെങ്കിൽ ക്ലസ്റ്റർ മീറ്ററിനകത്ത് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ഡിസ്പ്ലേ, എഞ്ചിൻ RPM കാണാൻ സാധിക്കും, സ്പീഡിൻ്റെ കാണിക്കുന്നുണ്ട്, ഡോറും ബാക്കിലത്തെ ഓപ്പൺ ആണെന്നുള്ള വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ ചേഞ്ച് ചെയ്ത ഓരോ കാര്യങ്ങളും മാറ്റി നോക്കാൻ സാധിക്കും. അതിൻ്റെ എല്ലാം കൺട്രോൾസ് തന്നെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ബട്ടൺ വിത്തൗട്ട് ഫംഗ്ഷൻ, ഇത് നമ്മൾ കയറുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ബട്ടണിന് ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ക്ലസ്റ്റർ എല്ലാം മാറ്റി ഇതിനകത്ത് തന്നെ നമുക്ക് നാവിഗേഷനും കാര്യങ്ങളെല്ലാം എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഡ് ഫുള്ള് മീഡിയയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ ഫുള്ള് ക്ലസ്റ്റർ മീറ്ററിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് തൊട്ട് താഴോട്ട് വരികയാണെങ്കിൽ നമ്മുടെ AC വെൻ്റ് കാര്യങ്ങളൊക്കെ ആസിറ്റി സെയിം തന്നെയാണ്. ഈ ഒരു പോർഷനും വ്യത്യാസങ്ങളൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വൈപ്പ് ചെയ്ത് തന്നെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന രീതി തന്നെയാണ്. ഇവിടെ അത് തന്നെയാണ് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിക്കുള്ള സ്വിച്ച്. അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. സീറ്റ് വെന്റിലേഷൻ്റെ സ്വിച്ച് തന്നെ ഇവിടെയാണ് വരുന്നത്. അത് നമുക്ക് ഏത് സ്പീഡ് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് ചെയ്യാൻ പറ്റും. ഓട്ടോ ഓഫിൻ്റെ സ്വിച്ച് നമുക്കിവിടെ വരുന്നുണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ ഡീആക്ടിവേറ്റഡ്, അത് ആക്ടിവേറ്റഡ് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് തൊട്ട് താഴെ 2 C ടൈപ്പ് പോർട്ടുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് 8 സ്പീഡ് 80 എങ്ങനെയുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കിന്ന് അറിയാൻ സാധിക്കും. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ താഴെ ഇവിടെ ചെറിയ എന്തെങ്കിലും നമുക്ക് കീസോ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇതാണ് നമ്മുടെ സ്കോഡയുടെ കീ വരുന്നത്. കാണാൻ കുഴപ്പമില്ല. ഇപ്പോഴും കീസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കീയുടെ ആവശ്യമില്ല പുഷ് സ്റ്റാർട്ട് ആണെങ്കിൽ. എന്നാലും കീ യൂസ് ചെയ്യുന്നത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, ഏതെങ്കിലും രീതിക്ക് റിമോട്ടിന് കംപ്ലയിൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോർ ഹാൻഡിൽസ് വരുന്ന സൈഡ് പോർഷൻ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് കീ യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു ആംറസ്റ്റ് കാണാം, അതിനകത്തൊരു ചെറിയൊരു സ്പേസ് കാണാം. ആംറസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുള്ള മോഡൽ തന്നെയാണ് കിട്ടുന്നത്. മേളിൽ 2 LED ലൈറ്റ്സുകളാണ് കിട്ടുന്നത്, അതും കൊള്ളാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം വേക്കൻ്റ് ആണ്. നമുക്കൊരു സൺ റൂഫും കിട്ടുന്നുണ്ട്. സൺറൂഫിൻ്റെ കർട്ടൻ മാത്രം മാറ്റണമെങ്കിൽ ഈ ഒരു സ്വിച്ച് ആദ്യം പ്രസ് ചെയ്യണം. അപ്പോൾ ഈ കർട്ടൻ നമുക്ക് പോകുന്ന കാണാൻ സാധിക്കും. അപ്പോൾ 2 സ്വിച്ചായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഡ്രൈവർ സൈഡിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. എനിക്ക് ഏതായാലും ഫുഡ് സ്റ്റെപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻസ് ഒക്കെ അത്യാവശ്യം നല്ല ലെതർ മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിൾ ആണ്. ഇതൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഈ സൈഡിലെ ആംറസ്റ്റും എനിക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഗ്ലോ ബോക്സ് കാലിമുട്ടുന്നില്ല, വളരെ സ്മൂത്തായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വെന്റിലേറ്റഡ് ടൈപ്പ് ഗ്ലോ ബോക്സ് ആണ് കിട്ടുന്നത്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. ഏതായാലും അതും ഓക്കെ, നല്ലൊരു ഫീച്ചറാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് പിന്നെ പറയത്തക്ക രീതിയിൽ ഇവിടെ ഒരു ഗ്ലാസ് കാണാൻ സാധിക്കും. ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഈ ലൈറ്റ്സുകൾ കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന ഒരു റിയർ വ്യൂ മിററാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് ബാക്കിലത്തെ സൈഡിലോട്ടൊന്ന് ഇരുന്നാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിലോട്ടൊന്ന് ഇരിക്കാം. ഏതായാലും ബാക്കിലോട്ട് ഇരിക്കുമ്പോൾ ഫ്രണ്ടിലത്തെ സീറ്റ് ഞാൻ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് അവിടെ ഇരുന്നത്. അതോ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ സമയത്തുള്ളൊരു കാര്യം കൃത്യമായിട്ട് അറിയാം. ഇനി ഇവിടെ ബാക്കിലത്തെ സീറ്റിൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഇവിടെ ഒരു കീയുടെ ഫീച്ചർ കൂടെ ഉണ്ട്. അതുകൂടെ ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് എനിക്കിവിടെ ഇരിക്കാനുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ കൊള്ളാം. തൈ സപ്പോർട്ട് അത്യാവശ്യം നല്ല ഓക്കെ തന്നെയാണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പോക്കറ്റ്സ് കാണാൻ സാധിക്കും. 2 പോക്കറ്റ്സ് ഉണ്ട്. ഒന്ന് നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ളൊരു പോക്കറ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മെയിൻ എന്തെങ്കിലുമൊക്കെ ഇടാനൊക്കെ ഉള്ള പോക്കറ്റ്സ് ഈ ഒരു ഭാഗത്തും ആ സെയിം തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇതൊരു മസാജ് ഫീച്ചറാണ്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു മോട്ടർ വർക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം. വേറൊന്നുമല്ല, എനിക്കിപ്പോൾ ഈ സീറ്റിൻ്റെ പുറകെ ഒരു മസാജ് ഫീച്ചർ നടക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ മസാജ് ന്യൂമാറ്റിക് ടൈപ്പാണ്, എയർ ടൈപ്പാണ് ഇതിൻ്റെ മസാജിങ് വരുന്നത്. അതായത് കുറേ ബബിൾസ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫുള്ള് എയർ ഫില്ല് ചെയ്ത് എയർ എടുക്കും, പിന്നെ എയർ ഫില്ല് ചെയ്യും, പിന്നെയും കളയും. ആ ഒരു രീതിക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ മസാജ് ഫംഗ്ഷൻ നടക്കുന്നത്. ഈ ഒരു സൈഡും ഈ ഒരു സൈഡ് എനിക്കൊന്ന് ഫസ്റ്റിൻ സെഗ്മെൻറ്റ് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ഫ്രണ്ടിലത്തെ സീറ്റ് നമുക്ക് സീറ്റ് വെന്റിലേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു മസാജ് ഫീച്ചറാണ്. കൊള്ളാം ഏതായാലും. പക്ഷേ ഒരു നെഗറ്റീവ് സൈഡ് കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ ഏത് കണ്ടീഷനിലാണെന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നെ ഇവിടെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഈ സൗണ്ട് ഓഫ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മളിവിടെ കയറി ഇരിക്കുമ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് ചിന്ത വരികയാണെങ്കിൽ ഓക്കെ അത് ഓഫ് ആണെന്നുള്ളൊരു കാര്യം നമുക്ക് തീരുമാനമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ AC വെന്റും കൊടുത്തിട്ടുണ്ട്. 2 C ടൈപ്പ് ചാർജിങ് പോർട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു കീഡോ ഫീച്ചറാണെന്ന് പറയാൻ സാധിക്കും. ഇനി നമുക്ക് മോണ്ടെ കാർലോയുടെ കൂടെ ഇരുന്നിട്ട് വാഹനം എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. വാ, ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള സ്കോഡ കുഷാക്കിൻ്റെ തന്നെ മോണ്ടെ കാർലോ എഡിഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എഡിഷൻ കാണുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാവുന്നൊരു കാര്യം ഈ ഒരു ഗ്രില്ലിൻ്റെ ഫുൾ ഡിഫറൻസ് ആണ്. ഇത് ഫുള്ള് ബ്ലാക്ക്
ബ്ലാക്ക് ഔട്ടായി. അതുപോലെ തന്നെ 2 ലൈൻസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഒരു റെഡ് ലൈൻസും കിട്ടുന്നുണ്ട്, ഇവിടെ ഒരു ചെക്ക് ഫ്ലാഗും കൂടെ കിട്ടുന്നുണ്ട്, മോണ്ടെ കാർലോയുടെ ഫ്ലാഗ്. അതൊരു വലിയൊരു മാറ്റം. അത് കഴിഞ്ഞ് തൊട്ട് താഴെ വരുമ്പോൾ ഈ ഒരു ഇൻസേർട്സ് എല്ലാം നേരെ ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുണ്ട്. അതൊരു അടുത്ത വ്യത്യാസം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് സൈഡിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ കിടു ഒരു കളറാണ്, കാണാൻ എന്നാ ഭംഗിയാന്ന് നോക്കി. ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നേരത്തെ നമ്മൾ സ്കോഡാന്ന് കണ്ട ലോഗോയുടെ അവിടെ മോണ്ടെ കാർലോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ വരുന്ന അടുത്ത വ്യത്യാസം. അതുപോലെ തന്നെ ഇതുപോലെ ഇതെല്ലാം ബ്ലാക്ക് ഇൻസേർട്സ് ആയിട്ടുണ്ട്. അതായത് കുറേ ഭാഗങ്ങൾ നമുക്കിവിടെ മിറേഴ്സിലൊക്കെ ബ്ലാക്ക് വന്നിട്ടുണ്ട്. റൂഫ് റെയിൽസ് ഇതൊരു മാറ്റ് ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ആക്റ്റീവ് റൂഫ് റെയിൽസ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ വ്യത്യാസങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു പോർഷൻസിൽ കാണുന്നത്. ഇനി ബാക്കിലോട്ട് വരാനാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഈ പറയുന്ന ഒരു മോണ്ടെ കാർലോയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുഷാക്ക് എന്നുള്ളൊരു ലെറ്ററിങ്ങിൽ ഫുള്ള് കൊടുത്തിരിക്കുന്ന ഗ്ലോസി ബ്ലാക്ക് ആണ്. താഴത്തെ ഈ ഒരു പോർഷനും നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. നേരത്തെ കണ്ടത് വെച്ചുള്ള വ്യത്യാസം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കോമൺ തന്നെയാണ് വരുന്നത്. 1, 2, 3 പാർക്കിംഗ് സെൻസേഴ്സാണ് നമുക്ക് ബാക്കി വരുന്നത്. ഫ്രണ്ടിലെല്ലാം ആസിറ്റ് സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ലൈറ്റിങ്സിലൊക്കെ കാര്യങ്ങൾ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. LED ലൈറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നേരത്തെയൊക്കെ സ്കോഡയ്ക്ക് നമുക്ക് സിംഗിൾ റിവേഴ്സ് ലൈറ്റ് ആണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടുന്ന 2 ലൈറ്റ് ഉണ്ട്. അതും LED തന്നെയാണ്. കാണാനും ഒരു ക്ലാസ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഈ ഒരു പോർഷനിലാണ് നമുക്ക് റിയർ ഫോഗ് വരുന്നത്. ഇനി അകത്തോട്ട് കയറിയിട്ട് അകത്തെ വ്യത്യാസങ്ങളൊക്കെ നോക്കാം. ഡോറ് തുറക്കുമ്പോൾ തൊട്ട് ഇതിൻ്റെ വ്യത്യാസങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. നേരത്തെ അവിടെ നമ്മൾ ബീച്ച് കളറാണ് കണ്ടെങ്കിൽ ഇവിടെ ഫുൾ ബ്ലാക്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബർഗണ്ടി കളറും കൂടെയാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഒരു റെഡിഷ് ഇൻസേർട്സ് ആണ് ഇവിടെ കുറേ കൂടെ കൂടുതൽ വരുന്നത്. കാരണം ഇത് മോണ്ടെ കാർലോ ആണ്. ഈ സ്റ്റിച്ചിങ്സ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു ലെതർ ഫിനിഷ്ഡ് മെറ്റീരിയലാണ്. സ്വിച്ചസ് എല്ലാം കോമൺ ആണ്. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് കയറുമ്പോഴത്തേക്കും ക്ലസ്റ്റർ മീറ്ററും കാര്യങ്ങളെല്ലാം സെയിം തന്നെ. പക്ഷേ ഈ കളർ തീംസിൻ്റെ ഡിഫറൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫുൾ റെഡാണ് വരുന്നത്. അതൊരു കീടു ഫീച്ചറായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഈ ഭാഗങ്ങളെല്ലാം സെയിം തന്നെ, നമ്മളിപ്പോൾ കണ്ട സെയിം രീതി തന്നെയാണ്. പക്ഷേ കളർ തീംസാണ് വ്യത്യാസം വരുന്നത്. ഫുൾ ബ്ലാക്ക് ഔട്ട് ആവുകയാണ് കേട്ടോ. ബ്ലാക്ക് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണിത്. കാരണം ഫുൾ ബ്ലാക്ക് ഇൻസേർട്സ് ആണ്. ബാക്കി ഞാൻ കാണിച്ച എലമെൻറ്റ്സ് എല്ലാം സെയിം ആണ്. പക്ഷേ ഇവിടെ എല്ലാത്തിലും ബ്ലാക്ക് എലമെൻറ്റ്സ് ആണ് കയറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്പീക്കേഴ്സ് വരുന്ന സ്കോഡയുടെ സ്പീക്കേഴ്സ് തന്നെയാണ്. സൗണ്ട് ക്വാളിറ്റി ഒരു ഓക്കെ ഫീൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സീറ്റ്സ് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. നേരത്തെ നമ്മൾ കണ്ട സീറ്റും ഈ ഒരു സീറ്റിൻ്റെ വ്യത്യാസം നോക്കിക്കോണം. ഈ ഒരു സീറ്റിൽ കൂടുതലും റെഡ് ഇൻസേർട്സും ഈ ഹോൾസിലെല്ലാം റെഡിഷ് ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതും കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു തൈ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 6 വേ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡ്രൈവറും കോ ഡ്രൈവർ സൈഡും 6 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ അകത്ത് നമുക്ക് 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ബാക്കിലുള്ള 3 പേരെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. മോണ്ടെ കാർലോ എന്നുള്ള ബാഡ്ജിങ്ങും എല്ലാം ഹെഡ് റെസ്റ്റിലും, നടുക്കില്ല. ബാക്കി 2 ഹെഡ് റെസ്റ്റിലും ഫ്രണ്ടിലത്തെ ഹെഡ് റെസ്റ്റിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സും നമുക്ക് ഈ ഒരു ആം റെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം, നമ്മുടെ മസാജ് ഫീച്ചർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ മാത്രം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടതാണ്. അപ്പുറത്ത് ഓഫാണ്. അപ്പോൾ ഇത് ഇറങ്ങി വരുന്നത് കണ്ടോ, ഇതാണ് ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻ. എങ്ങനെയുണ്ട്? കിടുവല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു 1 ലിറ്റർ ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ്. ഏതായാലും ഒരു 1 ലിറ്റർ ഓടിച്ച് നോക്കാന്നുള്ളൊരു വലിയൊരു ആഗ്രഹമാണ് എൻ്റെ. അതായത് ഒരു 8 സ്പീഡ് 80 ഇങ്ങനെ ഉണ്ടെന്നുള്ള ഡ്രൈവ് നോക്കിയല്ലോ. അങ്ങനെ നമ്മളിപ്പം സ്കോഡയുടെ 1 ലിറ്റർ വാഹനമാണ് ഓടിക്കുന്നത്. അതായത് 1 ലിറ്റർ എഞ്ചിനാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഏതായാലും ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു 8 സ്പീഡ് 80 ആണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഞാനിപ്പം M7 അതായത് ഒരു 7th ഗിയർ വരെ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 60 കിലോമീറ്റർ മേളിലാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോൾ 8 ആയി. ഇപ്പം 8ലാണ് ഡ്രൈവ് ചെയ്യുന്നത്. M8 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് ഗിയേഴ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സ്പീഡ് അനുസരിച്ച്. അതും കൂടി ഞാൻ എടുത്ത് പറയുകയാണ്. കാരണം സ്പീഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകാനും സാധിക്കും. എന്തെങ്കിലും രീതിക്ക് നമുക്ക് സഡൻ ആയിട്ടുള്ളൊരു ആക്സലറേഷൻ ആവശ്യം വരികയാണെങ്കിൽ ഡൗൺ ചെയ്യാനും. ഡൗണിങ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ M6 ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ സ്പീഡൊന്ന് കുറയുന്നതിനനുസരിച്ച് ഗിയേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ആകുന്നുണ്ട്. ഏതായാലും ഡ്രൈവിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, കുറച്ചൊരു സ്റ്റിഫർ സൈഡ് ഉണ്ടോ എന്ന് തോന്നുന്നു സസ്പെൻഷൻ. പക്ഷേ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈവ് ചെയ്താലേ പറയാൻ പറ്റില്ല. നമുക്ക് കുറച്ച് ദൂരം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം, എന്നിട്ടൊന്ന് കൃത്യമായിട്ടുള്ള റിവ്യൂ ഒന്ന് പറയാം.
നമ്മളിപ്പം ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്പ്ലേയിൽ ഇതുപോലെ കാണാൻ സാധിക്കും. ടേൺ ടു ടേൺ ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു നല്ല ലോങ് ഡ്രൈവ് ഒക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും പറയാനുള്ളൊരു കാര്യം, ഒരു രക്ഷയില്ലാത്തൊരു വാഹനം തന്നെയാണ്. ഒരു 1 ലിറ്റർ എഞ്ചിൻ, ഒരു 3 സിലിണ്ടർ ആണെന്നൊന്നും ഒരു കാരണവശാലും നമ്മൾ പറയില്ല. പ്രത്യേകിച്ച് വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ 8 സ്പീഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള മൈലേജ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇതിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റോ കാര്യങ്ങളോ നടത്തിയിട്ടില്ല, പക്ഷേ എന്നാലും കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. കാരണം ലോവർ RPM പോലും നമുക്ക് നല്ല രീതിക്ക് ഗിയേഴ്സ് ഷിഫ്റ്റ് ആകാൻ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. പിന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഉറപ്പായിട്ടും നിങ്ങളൊരു ടെസ്റ്റ് ഡ്രൈവ് എടുത്തിരിക്കണം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്ത് ഒരു ഡ്രൈവും കൂടെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഏതായാലും വാഹനം ഓവറോൾ നല്ല കിടു തന്നെയാണ് പറയാൻ സാധിക്കും. ഏതായാലും ഇതിൻ്റെ ഒരു മൈലേജും ടെസ്റ്റും കൂടെ എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഉടനെ തന്നെ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും.